അച്ഛൻ മകനു കൊടുത്ത പൊതിക്കുള്ളിലെ സമ്മാനം. അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലെ ബിരുദദാന ചടങ്ങ് വളരെ ആഘോഷപൂർണ്ണമാണ്. ചടങ്ങിന് ശേഷം ബിരുദധാരികൾക്ക് അവരുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും സമ്മാനങ്ങൾ നൽകാറുണ്ട്. വിലപിടിപ്പുള്ള സാധനങ്ങളോ പണമോ ആണ് പലപ്പോഴും ഇങ്ങനെ സമ്മാനമായി നൽകുക. ഒരിക്കലൊരു ചെറുപ്പക്കാരൻ കോളേജിലെ ബിരുദ പഠനം പൂർത്തിയാക്കുന്ന അവസരം. തൻ്റെ ബിരുദ സ്വീകരണ ദിവസം തനിക്ക് സമ്മാനമായി നൽകേണ്ടത് എന്തെന്ന് അയാൾ മുൻകൂട്ടി തന്നെ തൻ്റെ മാതാപിതാക്കൾക്ക് സൂചന നൽകിയിരുന്നു. അക്കാലത്തെ ഏറ്റവും നല്ല സ്പോർട്സ് കാറായിരുന്നു സമ്മാനമായി യുവാവ് ആഗ്രഹിച്ചത്. ധനികരായിരുന്നു ആ യുവാവിൻ്റെ മാതാപിതാക്കൾ. അതിനാൽ ഏകമകനായ ആ കോളേജ് കുമാരൻ അങ്ങനെയൊരു ആഗ്രഹം വച്ചു പുലർത്തിയതിൽ ആരും കുറ്റം പറഞ്ഞില്ല. ബിരുദ സ്വീകരണ ദിവസം ആഗതമായി. അന്നു രാവിലെ ചെറുപ്പക്കാരൻ്റെ പിതാവ് മകനെ അരികിൽ വിളിച്ചിരുത്തി പറഞ്ഞു, "ഞാനിന്ന് വളരെ സന്തോഷവാനാണ്. നിന്നെപ്പോലെ മിടുക്കനായൊരു മകൻ എനിക്കുണ്ടായതിൽ ഞാൻ അഭിമാനിക്കുന്നു." ഇത്രയും പറഞ്ഞതിന് ശേഷം അദ്ദേഹം തങ്കക്കടലാസിൽ പൊതിഞ്ഞ ഒരു സമ്മാനം അവൻ്റെ നേരെ നീട്ടി. യുവാവ് ആ സമ്മാനപ്പൊതി വാങ്ങി സാവധാനം തുറന്നു. തുകൽ കൊണ്ടുള്ള പുറംചട്ടയിൽ തങ്കലിപികളിൽ ആ യുവാവിൻ്റെ പേരെഴുതിയിട്ടുള്ള ഒരു ബൈബിളായിരുന്നു അത്. അവന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കുവാനായില്ല. സ്പോർട്സ് കാർ പ്രതീക്ഷിച്ചിരുന്ന ആ യുവാവ് ബൈബിൾ കണ്ടപ്പോൾ പൊട്ടിത്തെറിച്ചു. "നിങ്ങൾക്ക് എന്തുമാത്രം പണമുണ്ട്, എന്നിട്ടും എനിക്കൊരു ബൈബിളാണോ സമ്മാനം തരുന്നത്?" തൻ്റെ പിതാവിൻ്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് അവൻ അന്നു തന്നെ വീട് വിട്ടിറങ്ങി. നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദമുണ്ടായിരുന്നതുകൊണ്ട് ജോലി കണ്ടെത്തുക എളുപ്പമായിരുന്നു. അധികം താമസിയാതെ അയാൾ വിവാഹിതനുമായി. കാലം കുറേ ചെന്നപ്പോൾ അയാൾക്ക് തൻ്റെ പിതാവിനെ ഓർമ്മ വന്നു. വീട്ടിൽ പോയി പിതാവിനെ ഒന്ന് സന്ദർശിച്ചാലോ എന്ന് പലവട്ടം ആലോചിക്കാതിരുന്നില്ല. എങ്കിലും ജോലി തിരക്ക് മൂലം അക്കാര്യം നടന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ പിതാവ് മരിച്ചു എന്ന വാർത്ത അയാൾക്ക് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണപത്രമനുസരിച്ച് സ്വത്തെല്ലാം പുത്രനുള്ളതായിരുന്നു. സംസ്കാര ചടങ്ങിനായി വീട്ടിലെത്തിയപ്പോൾ അയാൾ തൻ്റെ പിതാവിൻ്റെ കിടക്കമുറിയിലും കയറി. അവിടെ ഒരു അലമാരയിൽ അദ്ദേഹം തനിക്ക് തന്ന ആ പഴയ സമ്മാനവും ഇരിക്കുന്നത് അയാൾ കണ്ടു. അയാൾ സാവധാനം ആ ബൈബിൾ തുറന്ന് അതിൻ്റെ പേജുകൾ മറിച്ചു. അടയാളം വച്ചിരുന്ന ഒരു പേജിൽ അടിവരയിട്ടിരുന്ന വചനങ്ങൾ അയാൾ ശ്രദ്ധിച്ചു. അതിപ്രകാരമായിരുന്നു: "നിങ്ങളുടെ മക്കൾക്ക് നല്ല വസ്തുക്കൾ സമ്മാനിക്കണമെന്ന് ദോഷികളായ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് അതിലും നല്ലവ സമ്മാനിക്കുമായിരുന്നില്ലേ?" അയാൾ ഈ വചനം വായിക്കുമ്പോൾ ബൈബിളിൽ നിന്ന് ഒരു സ്പോർട്സ് കാറിൻ്റെ താക്കോലുകൾ താഴെ വീണു. ആ താക്കോലുകളോടൊപ്പം ആ കാറിനു വേണ്ടി മുഴുവൻ പണമടച്ചതിൻ്റെ രസീതും ഉണ്ടായിരുന്നു. ആ രസീതിൻ്റെ തീയതിയാകട്ടെ അയാൾ ബിരുദം സ്വീകരിച്ചതിൻ്റെ തലേ ദിവസത്തേതും. ആ ചെറുപ്പക്കാരൻ പ്രതീക്ഷിച്ചത് തൻ്റെ പിതാവ് കാറിൻ്റെ താക്കോൽ നേരെ തൻ്റെ കയ്യിൽ തരുമെന്നാണ്. എന്നാൽ ബൈബിളിനുള്ളിൽ വച്ച് കാറിൻ്റെ താക്കോൽ നൽകിയപ്പോൾ അത് കണ്ടെത്തുവാനുള്ള മാനസിക ശാന്തത ആ യുവാവിനില്ലാതെ പോയി. തന്മൂലം അവൻ്റെ ജീവിതം ഒരു രീതിയിൽ വലിയൊരു ദുരന്തമായി മാറി. ഈ കഥയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ.